കായംകുളം കാതീശ ഓർത്തഡോക്സ് കത്തീഡ്രലിൽ ആദ്യ ഫലപ്പെരുന്നാളും ഫുഡ് ഫെസ്റ്റും നടന്നു. വികാരി ഫാദർ കോശി മാത്യു ഉദ്ഘാടനം ചെയ്തു. കായംകുളം കതീശ ഓർത്തഡോക്സ് കത്തീഡ്രലിലെ ആദ്യ ഫലപ്പെരുന്നാളും ഫുഡ് ഫെസ്റ്റും വിപുലമായി സംഘടിപ്പിച്ചു. വികാരി ബിനു ഈശോ വിശുദ്ധ കുർബാന അർപ്പിച്ചു. തുടർന്ന് വിവിധ ആത്മീയ സംഘടനാ പ്രവർത്തകർ വൈവിധ്യമാർന്ന ഭക്ഷണ വിഭവങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഫുഡ് ഫെസ്റ്റ് വിജയകരമാക്കി. ഇടവക അംഗങ്ങൾ കൊണ്ടുവന്ന ആദ്യ ഫലങ്ങളുടെയും കാർഷിക ഉൽപ്പന്നങ്ങളുടെയും ലേലവും നടന്നു. വികാരി ഫാദർ കോശി മാത്യു ഉദ്ഘാടനം നിർവഹിച്ചു. കായംകുളം കാതീശ കത്തീഡ്രലിന്റെ ആദ്യഫല പെരുന്നാളിന്റെ ക്രമീകരണമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഇടവകയിൽപ്പെട്ട എല്ലാവരുടെയും ഭവനങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന ഓരോ കാഴ്ചകൾ ഇവിടെ ഞങ്ങൾ നേർച്ചയായി തരുന്നു. അത് ലേലം വിളിച്ചു കൊടുക്കുന്നു. ഈ ഇടവകയിലെയും മറ്റുള്ളവരുടെയും സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്നവർക്ക് ജീവകാരുണ്യ സഹായം നൽകുന്നു. ആ നിലയിൽ ഉള്ള ജീവകാരുണ്യ പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത്. തീർച്ചയായിട്ടും ആദ്യഫല ലേലം ഇടവകയിൽ നിന്നുള്ള ജനങ്ങളുടെ പങ്കാളിത്തത്തോടെ നടത്തപ്പെടുന്ന ആദ്യഫല ലേലം ഇവിടെ നടക്കുന്നു. ഓരോ സാധനങ്ങൾ ഇവിടെ ഞങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ജീവകാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടി പണം സ്വരൂപിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഉദ്ദേശം. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ അച്ഛൻ സൂചിപ്പിച്ചതുപോലെ കാതീശ ഇടവകയുടെ ആദ്യഫല ലേലം ഇവിടെ നടക്കുകയാണ്. പ്രത്യേകിച്ച് ദൈവം തമ്പുരാൻ നൽകിയ ദാനങ്ങളുടെ ഒരു അംശം നേർച്ചയായിട്ട് ഈ ദേവാലയത്തിൽ സമർപ്പിക്കുന്നു. അത് വലിയ പൗത്രതയോടെ നേർച്ചയായിട്ട് തന്നെ ആളുകൾ അത് ലേലം വിളിച്ച് ഭവനങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു. അത് ഞങ്ങൾക്കും ഈ ദേവാലയത്തിനും ദേശത്തിനും ഇത് അനുഗ്രഹകരമായി തീരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യും. കാതീശ കത്തീഡ്രലിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന പഠന സഹായം, ചികിത്സാ സഹായം, പെൻഷൻ എന്നിവയുടെ വിതരണം, ഭക്ഷണ വിതരണം എന്നിവ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ധനശേഖരണം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ആദ്യ ഫല പെരുന്നാൾ സംഘടിപ്പിക്കുന്നത്. ഈ വർഷത്തെ ആദ്യ ഫല പെരുന്നാളിനും ഫുഡ് ഫെസ്റ്റിനും വികാരി ഫാദർ കോശി മാത്യു, സഹവികാരി ഫാദർ ബിനു ഈശോ, കത്തീഡ്രൽ ട്രസ്റ്റി PC റോയ്, സെക്രട്ടറി രഞ്ജൻ മാത്യു, കൺവീനർ ഷിജു ഇഞ്ചക്കൽ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, ആത്മീയ സംഘടനാ ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി. CDNet ന്യൂസ് കായംകുളം.